ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ 2 മണി മുതൽ നടക്കും. അർത്ഥവത്തായ ചർച്ചകൾക്ക് എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു. आज हम 2 बजे इस महत्वपूर्ण विषय पर चर्चा करेंगे, ऐसा सभी लोगों ने सहमति व्यक्त की है. समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा और मेरा आपसे आग्रह है, कितना भी गतिरोध हो, कितना भी बड़ा मुद्दा हो, लेकिन प्रश्नकाल में गतिरोध नहीं होना चाहिए. पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा होती है. ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. NDAയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ MPമാരും യോഗത്തിൽ പങ്കെടുത്തു. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1ന്റെ വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സർക്കാരുകൾ. ഈ മാസം 26-ന് വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIRകളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പ് നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030ഓടെ രാജ്യത്ത് 4 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി K. രാംമോഹൻ നായിഡു. $30 ബില്യൺ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20ഓളം വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. अगर मुझे पूछे कि हब एंड स्पोक मॉडल का सबसे अधिक लाभ भारत के किस शहर को होने वाला है, तो मैं बिना सोचे कह सकता हूं कि वो है अमृतसर. आज भारत का एविएशन सेक्टर दुनिया का 3रा सबसे बड़ा डोमेस्टिक एविएशन मार्केट बन चुका है. 2014 में अगर देखेंगे, देश में केवल 74 एयरपोर्ट्स थे. आज 167 एयरपोर्ट्स हैं और मॉडिफाइड उड़ान के माध्यम से आने वाले 10 वर्षों में 100 नए एयरपोर्ट और 200 नए हेलीपोर्ट बनकर तैयार होंगे हमारे भारत में. കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032ഓടെ ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ എംപിമാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂൺ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിലെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് ഇക്കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മയക്കുവെടി വെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവരീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടി വെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടി വെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻകർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാ സേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ചകൾ അടുത്ത മാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് US വിദേശകാര്യ വകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895-ലും നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ, അസം സർക്കാരുകൾ.
അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.